Hi dear students, ലാസ്റ്റ് ക്ലാസ്സിലെ റെഗുലേറ്റഡ് പവർ സപ്ലൈയുടെ ആവശ്യവും ഒരു ഓർഡിനറി പവർ സപ്ലൈയുടെ ലിമിറ്റേഷൻസ്, ഒരു ഡി സി പവർ സപ്ലൈയുടെ ലിമിറ്റേഷൻ എന്തൊക്കെയാണ് നമ്മൾ നോക്കിയിരുന്നു. 3 ലിമിറ്റേഷൻസാണ് നമ്മൾ നോക്കിയത്. അതെല്ലാവരും വായിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ റെഗുലേറ്റഡ് പവർ സപ്ലൈയെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഒരു റെഗുലേറ്റഡ് പവർ സപ്ലൈയുടെ ഡെഫിനിഷൻ ഇങ്ങനെയാണ് പറയുക: എ ഡി സി പവർ സപ്ലൈ which maintains the output voltage constant irrespective of AC mains fluctuations or load variations is known as regulated DC power supply. ഒരു എ സി മെയിൻ ഫ്ലക്ച്വേഷൻ ഉണ്ടാവുകയാണെങ്കിൽ, ഇൻപുട്ട് സൈഡിൽ എ സിയിൽ എന്തെങ്കിലും ഫ്ലക്ച്വേഷൻ ഉണ്ടാവുകയോ ലോഡിൽ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിലോ ഔട്ട്പുട്ട് വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആയി മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിവുള്ളതിനെയാണെന്ന് പറയുന്നത് ഡി സി പവർ സപ്ലൈ ഓർ റെഗുലേറ്റഡ് ഡി സി പവർ സപ്ലൈ എന്ന് പറയുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു ഓർഡിനറി പവർ സപ്ലൈയുടെ 3 ലിമിറ്റേഷൻസ് പഠിച്ചായിരുന്നു. ഈ ആദ്യത്തെ 2 ലിമിറ്റേഷൻ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഔട്ട്പുട്ടിൽ ലോഡ് ചേഞ്ച് ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജിൽ ഫ്ലക്ച്വേഷൻ വരുന്നതായിരുന്നു ആദ്യത്തെ ലിമിറ്റേഷൻ. രണ്ടാമത്തെ ലിമിറ്റേഷൻ നമ്മൾ നോക്കിയത് ഇൻപുട്ട് ഡി സി പവർ സപ്ലൈക്ക് കണക്ട് ചെയ്യുന്ന എ സി ലൈനിലുള്ള ഇൻപുട്ടിൽ ഫ്ലക്ച്വേഷൻ വരുമ്പോഴും ഔട്ട്പുട്ട് വോൾട്ടേജിൽ മാറ്റം വരുന്നതായിരുന്നു രണ്ടാമത്തെ ലിമിറ്റേഷൻ. ഈ 2 ലിമിറ്റേഷനുകൾ ഓവർകം ചെയ്യുന്നതാണ് റെഗുലേറ്റഡ് പവർ സപ്ലൈ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു റെഗുലേറ്റഡ് പവർ സപ്ലൈയിൽ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ 2 ലിമിറ്റേഷനുകൾ, അതായത് ഔട്ട്പുട്ട് വോൾട്ടേജിൽ വ്യത്യാസമില്ലാതിരിക്കുക, ഔട്ട്പുട്ട് ലോഡ് കറണ്ടിൽ എന്തെങ്കിലും മാറ്റം വരുമ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ ഇല്ലാണ്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ എ സി ഇൻപുട്ടിൽ നമ്മൾ പവർ സപ്ലൈ കണക്ട് ചെയ്യുന്നത് എ സിയിലേക്കാണ്. ആ എ സി ലൈനിൽ എന്തെങ്കിലും ഫ്ലക്ച്വേഷൻ വരുമ്പോഴും ഔട്ട്പുട്ട് അത് പ്രൊവൈഡ് ചെയ്യുന്ന ഡി സി വോൾട്ടേജിൽ ഫ്ലക്ച്വേഷൻ ഇല്ലാണ്ടിരിക്കുക. ഇങ്ങനെ ഇല്ലാണ്ടിരുന്നു കഴിഞ്ഞാൽ ആ പവർ സപ്ലൈനെ നമുക്ക് എന്ത് പറയാൻ പറ്റും? റെഗുലേറ്റഡ് പവർ സപ്ലൈ എന്ന് പറയാൻ പറ്റും. അതാണ് ഈ ഒരു സെൻറ്റൻസിൽ മീൻ ചെയ്യുന്നത്. ഇനി എങ്ങനെയാണ് നമുക്കൊരു റെഗുലേറ്റഡ് പവർ സപ്ലൈ ഉണ്ടാക്കാം, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിന് നമ്മൾ ആദ്യമായി ഒരു ബ്ലോക്ക് ഡയഗ്രാം, ഒരു റെഗുലേറ്റഡ് പവർ സപ്ലൈയുടെ ബ്ലോക്ക് ഡയഗ്രാമാണ് നമ്മൾ നോക്കുന്നത്. ഇതിലുള്ള എല്ലാ ബ്ലോക്കുകളും നമ്മൾ കഴിഞ്ഞ പോലെ പഠിച്ചിട്ടുള്ളതാണ്. ഒന്ന് നോക്കി നിങ്ങൾ. എ സി ലൈൻ, ട്രാൻസ്ഫോമർ, റെക്ടിഫയർ, ഫിൽറ്റർ, റെഗുലേറ്റർ, ലോഡ്. ഇതിൽ ട്രാൻസ്ഫോമർ എന്താണെന്ന് നമുക്കറിയാം. സ്റ്റെപ്പ് അപ്പോ സ്റ്റെപ്പ് ഡൗണോ ട്രാൻസ്ഫോമർ നമ്മൾ പവർ സപ്ലൈയിൽ നമ്മൾ ഉപയോഗിക്കും. സാധാരണ ലാബ് എക്യുപ്മെൻറ്റ്സ് അങ്ങനെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് നമ്മൾ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറാണ്. അതിൻ്റെ ഔട്ട്പുട്ട് നമുക്കറിയാം, ഈ ഫിഗറിൽ കാണിക്കുന്ന മാതിരി സിനുസോയിഡൽ വേവ് ഓർ സൈൻ വേവ് ആയിരിക്കും. ദെൻ ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ട് ഒരു റെക്ടിഫയറിലേക്ക്, ദാറ്റ് മീൻസ് ഒരു ഫുൾ വേവ് റെക്ടിഫയറിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുന്നു. അത് ബ്രിഡ്ജ് ആവാം, സെൻട്രൽ ടൈപ്പ് ആവാം. ഈ റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ട് ഈ ഫിഗറിൽ കാണിച്ച മാതിരി ഫുൾ വേവ് റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ട് നമ്മളെല്ലാം കഴിഞ്ഞ കൊല്ലം 7ാമത്തെ ചാപ്റ്ററിൽ പഠിച്ച ആ ഔട്ട്പുട്ട് ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആ വേവ് ഫോമാണ് ഇവിടെ നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് സാധിക്കുക. ദെൻ റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ട്, ഈ ഫുൾ വേ റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ ഫിൽറ്ററിലേക്ക് കൊടുക്കുന്നു. ഫിൽറ്റർ എന്ന് പറയുന്നത് ഈ റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ടിന് സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫിൽറ്റർ ഉപയോഗിക്കുന്നത്. ഫിൽറ്റർ കപ്പാസിറ്റർ ഫിൽറ്റർ ഉണ്ട്, ഇൻഡക്ടർ ഫിൽറ്റർ ഉണ്ട്, പൈ ഫിൽറ്റർ ഉണ്ട്, അങ്ങനെ പല ഫിൽറ്ററുണ്ട്. നമ്മൾ കഴിഞ്ഞ കൊല്ലം കപ്പാസിറ്റർ ഫിൽറ്ററുകളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. അതിൽ നമ്മൾ കപ്പാസിറ്റർ വാല്യൂ കൂടുന്തോറും ഫിൽറ്ററിങ് കുറച്ചും കൂടിയും സ്മൂത്തായി വരുന്നത് നമ്മൾ കഴിഞ്ഞ കൊല്ലം നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ഫിൽറ്ററിൽ കപ്പാസിറ്റർ യൂസ് ചെയ്യാം. ദെൻ അതിൻ്റെ ഔട്ട്പുട്ട് വേവ് ഫോമാണ് ഈ ഒരു വേവ് ഫോം നമ്മൾ കഴിഞ്ഞ കൊല്ലം കണ്ടതാണ്. ഈ ഫിൽറ്റർ ഔട്ട്പുട്ട് റെഗുലേറ്ററിലേക്കാണ് നമ്മൾ കൊടുക്കുന്നത്. റെഗുലേറ്ററാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ താരം. ഈ റെഗുലേറ്ററിൽ നമ്മൾ സെനർ ഡയോഡാണ് യൂസ് ചെയ്യുന്നത്. ഇതും നമ്മൾ കഴിഞ്ഞ കൊല്ലം പഠിച്ചിട്ടുള്ളതാണ്. സെനർ ഡയോഡ് റിവേഴ്സ് കണ്ടീഷനിലും ഫോർവേഡ് കണ്ടീഷനിലും വർക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന
വർക്ക് ചെയ്യുന്ന ഒരു ഡയോഡാണ് സെനർ ഡയോഡ്. അത് ഹെവിലി ഡോപ്ഡ് ആണ് നമ്മൾ പഠിച്ചു. റിവേഴ്സ് ബ്രേക്ക് ഡൗണിലോ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പഠിച്ചു. ഇൻ ഫോർവേഡ് കണ്ടീഷനിൽ ജസ്റ്റ് ലൈക്ക് ഓർഡിനറി ഡയോഡ് പോലെയാണ് അത് വർക്ക് ചെയ്യുക എന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ നമ്മൾ പഠിച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു റെഗുലേറ്റർ ആയിട്ട് ആക്ട് ചെയ്യുക എന്നുള്ളത്. അതിന് കോൺസ്റ്റൻറ്റ് ഔട്ട്പുട്ട് പ്രൊവൈഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അല്ലെങ്കിൽ അതിൽ കൂടെ പോകുന്ന വോൾട്ടേജിന് അതിൻ്റെ കട്ട് ഓഫ് വോൾട്ടേജ് എത്രയാണോ അതിൽ വെച്ചിട്ട് റെഗുലേറ്റ് ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ സെനർ ഡയോഡാണ് മെയിനായിട്ട് നമ്മൾ നോക്കുന്നത്. ഈ ഔട്ട്പുട്ട് വോൾട്ടേജ് ഓൾമോസ്റ്റ് അല്ലെങ്കിൽ പ്യുവർ ഡി സിയിലേക്ക് എത്തിയിട്ടുണ്ടാവും. ഇതാണ് ഒരു റെഗുലേറ്റഡ് പവർ സപ്ലൈയുടെ ബ്ലോക്ക് ഡയഗ്രം ആൻഡ് എക്സ്പ്ലനേഷനാണ്. ഈ ഓരോ പൊസിഷനിലുള്ള വേവ് ഫോമുകൾ നമുക്ക് CRO നമ്മൾ കഴിഞ്ഞ കൊല്ലം 11th ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. CRO കാഥോഡ് റേ ഓസിലോസ്കോപ്പ്. CRO വെച്ചിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ ഈസിലി ഫൈൻഡ് ഔട്ട് ദിസ് വേവ് ഫോംസ് ഇൻ CRO. അപ്പോൾ ഈ ബ്ലോക്ക് ഡയഗ്രം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതിൽ നിന്നാണ് നമ്മൾ ഒരു റെഗുലേറ്റഡ് പവർ സപ്ലൈയുടെ മെയിൻ സെക്ഷനിലേക്ക് കിടക്കുന്നത്. അപ്പോൾ എല്ലാ കുട്ടികളും ഈ ബ്ലോക്ക് ഡയഗ്രാം, റെഗുലേറ്റഡ് പവർ സപ്ലൈ ബ്ലോക്ക് ഡയഗ്രാം നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് വരച്ച് വെക്കണം. വരച്ച് പഠിക്കേണ്ട ഒരു ബ്ലോക്ക് ഡയഗ്രാമാണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമുക്കത് ചോദിക്കാം. റെഗുലേറ്റഡ് പവർ സപ്ലൈയുടെ റെഗുലേറ്ററിൻ്റെ ഔട്ട്പുട്ട് സെക്ഷൻ പിന്നെ കൊടുക്കുന്നത് ലോഡിലേക്ക്. ഈ ലോഡ് എന്ന് പറയുന്നത് എനി കൈൻഡ് ഓഫ് മോട്ടർ ആയിരിക്കാം, ഫാൻ ആയിരിക്കാം, എനി കൈൻഡ് ഓഫ് എക്യുപ്മെൻറ്റ്സിലേക്ക് നമുക്ക് അത് കൊടുക്കാം. DC വെച്ച് ഓപ്പറേറ്റ് ചെയ്യുന്ന ഏതിലേക്ക് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഫിഗറിൽ കാണിക്കുന്ന മാതിരി, ഗ്രാഫിൽ കാണിക്കുന്ന മാതിരി നമുക്കൊരു സ്ട്രെയിറ്റ് ലൈനായിട്ട് നമുക്ക് ഔട്ട്പുട്ട് ഇവിടെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഒരു DC റെഗുലേറ്റഡ് പവർ സപ്ലൈയുടെ ബേസിക് ബ്ലോക്ക് ഡയഗ്രം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ പെർഫോമൻസ്, നമ്മൾ ഏതൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയാലും അതിൻ്റെ പെർഫോമൻസ് നമുക്ക് വിലയിരുത്തണം. ഇതിൻ്റെ പെർഫോമൻസ് മെഷർ ചെയ്യുന്നത്, ദ പെർഫോമൻസ് ഓഫ് വോൾട്ടേജ് റെഗുലേറ്റർ ഈസ് മെഷേർഡ് യൂസിങ് ദ ഫോളോയിങ് പാരാമീറ്റേഴ്സ്. രണ്ട് പാരാമീറ്റർ വെച്ചിട്ടാണ് ഇതിൻ്റെ പെർഫോമൻസ് നമ്മൾ വിലയിരുത്തുന്നത്. ഫസ്റ്റ് വൺ ഈസ് ലോഡ് റെഗുലേഷൻ ആൻഡ് സെക്കൻഡ് വൺ ഈസ് ലൈൻ റെഗുലേഷൻ. ആദ്യം നമുക്ക് ലോഡ് റെഗുലേഷൻ എന്താണെന്ന് നോക്കാം. ദ DC വോൾട്ടേജ് അവൈലബിൾ അക്രോസ് ദി ഔട്ട്പുട്ട് ടെർമിനൽ ഓഫ് given power supply depends upon the load current. If the load current IL increased by decreasing RL. അപ്പോൾ എന്താണ് ലോഡ് റെഗുലേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഡെഫിനിഷൻ ഇവിടെയാണ് പറയുന്നത്. ഇങ്ങനെയാണ് പറയുന്നത്: ദ ലോഡ് റെഗുലേഷൻ ഈസ് എ മെഷർ ഓഫ് എബിലിറ്റി ഓഫ് ദി പവർ സപ്ലൈ ടു റെഡ്യൂസ് the variation in output voltage with change in load current. ലോഡ് കറണ്ടിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുമ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജിൽ മാറ്റങ്ങൾ വരാണ്ട് അതിന് അതേ ഔട്ട്പുട്ട് വോൾട്ടേജ്, കോൺസ്റ്റൻറ്റ് ഔട്ട്പുട്ട് വോൾട്ടേജ് പ്രൊവൈഡ് ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ് ലോഡ് റെഗുലേഷൻ എന്ന് പറയുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ, ഒരു നല്ലൊരു പവർ സപ്ലൈ ആവണമെങ്കിൽ, ഒരു നല്ല റെഗുലേറ്റഡ് പവർ സപ്ലൈ ആകണമെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് മാറാതിരിക്കണം. ഏത് കണ്ടീഷനിൽ? ഔട്ട്പുട്ട് ലോഡ് കറണ്ടിൽ എന്തെങ്കിലും ലോഡിൽ എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് ഫ്ലക്ച്വേറ്റ് ചെയ്യാണ്ട് സ്റ്റഡി ആയിട്ട് കോൺസ്റ്റൻറ്റ് ഔട്ട്പുട്ട് വോൾട്ടേജ് പ്രൊവൈഡ് ചെയ്യണം. ഈ ഔട്ട്പുട്ട് ലോഡ് കറണ്ട് എങ്ങനെയൊക്കെ മാറാം? ലോഡ് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച്, ലോഡ് കൂടുമ്പോൾ ഔട്ട്പുട്ട് കറണ്ട് കുറയും. അതാണ് ആദ്യത്തെ സെൻറ്റൻസിൽ നമ്മളിവിടെ പറയുന്നത്. ഇഫ് ദ ലോഡ് കറണ്ട് IL increased by decreasing the RL. ലോഡ് റെസിസ്റ്റൻസ് കുറയുമ്പോൾ ലോഡ് കറണ്ട് കൂടുന്നു. അതാണ് അവർ തമ്മിലുള്ള റിലേഷൻ. അപ്പോൾ ലോഡ് കറണ്ട് കൂടുന്നതനുസരിച്ച് ഔട്ട്പുട്ട് വോൾട്ടേജ് മാറാൻ നിന്ന് കഴിഞ്ഞാൽ അതൊരു നല്ല പവർ സപ്ലൈ അല്ല. അപ്പോൾ ഒരു നല്ല പവർ സപ്ലൈ ആകണമെങ്കിൽ, റെഗുലേറ്റഡ് പവർ സപ്ലൈ ആകണമെങ്കിൽ, ഈ ലോഡിലുള്ള വേരിയേഷൻ, ലോഡ് ചേഞ്ചോ അതിന് തുടർന്നുണ്ടാകുന്ന ലോഡ് കറണ്ടിലുണ്ടാകുന്ന വേരിയേഷന് എന്തിനു ബാധിക്കാൻ പാടില്ല? ഔട്ട്പുട്ട് വോൾട്ടേജിനെ ബാധിക്കാൻ പാടില്ല. നമ്മളൊരു
ബാറ്ററി ഔട്ട്പുട്ട് വോൾട്ടേജ്, ബാറ്ററി അല്ലെങ്കിൽ നമ്മളൊരു ചാർജർ 5 വോൾട്ട് ചാർജ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് നമുക്ക് കടയിൽ നിന്ന് വാങ്ങി. നമ്മുടെ ലോഡ് മാറുന്നതനുസരിച്ച്, അല്ലെങ്കിൽ നമ്മളുടെ ഫോണുകൾ അല്ലെങ്കിൽ നമ്മൾ കണക്ട് ചെയ്യുന്ന ലോഡ് മാറുന്നതനുസരിച്ച് അതിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് മാറിക്കഴിഞ്ഞാൽ അത് നല്ലൊരു DC സോഴ്സായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. കാരണം അത് സ്റ്റെബിലിറ്റി ഇല്ലാത്തതാണ്. അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യണം, അതിൻ്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ഒരു പാരാമീറ്റർ വെച്ചിരിക്കുകയാണ് ലോഡ് റെഗുലേഷൻ. ഈ ലോഡ് റെഗുലേഷൻ പ്രകാരം എത്രത്തോളം ലോഡ് റെഗുലേഷൻ ചെറുതാകുന്നോ അത്രയും നല്ല പവർ സപ്ലൈ എന്നാണ് പറയുക. അത് നമുക്ക് നോക്കാം. ഇതിൻ്റെ ഡെഫിനിഷൻ നിങ്ങളെല്ലാവരും നോക്കി മനസ്സിലാക്കി പഠിക്കേണ്ട ഭാഗം ഇതാണ്. ലോഡ് റെഗുലേഷൻ ഈസ് ദ മെഷർ ഓഫ് എബിലിറ്റി of the power supply to reduce the variation in output voltage with change in load current. ലോഡ് കറണ്ടിൽ മാറിയാലും പവർ സപ്ലൈയുടെ ഔട്ട്പുട്ട് കോൺസ്റ്റൻ്റ് ആക്കാനായിട്ട്, റെഗുലേഷൻ കോൺസ്റ്റൻ്റ് ആക്കാൻ കഴിവിനെയാണ് ലോഡ് റെഗുലേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനൊരു ഇക്വേഷൻ ഉണ്ട്. പെർസെൻറ്റേജ്, അത് സാധാരണ ലോഡ് റെഗുലേഷൻ സാധാരണ പറയുക റെപ്രസെൻറ്റ് ചെയ്യുക പെർസെൻറ്റേജിലാണ്. Percentage load regulation is represented as, its equation is voltage regulation is equal to V no load minus V full load divided by full load, V full load into 100. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം വരാം, എന്താണ് വി നോ ലോഡ്, NL PFL എന്നൊക്കെ. അതിൻ്റെ ഫുൾ ഫോമാണ് പറഞ്ഞത് നോ ലോഡ് ആൻഡ് ഫുൾ ലോഡ്. വളരെ സിമ്പിളാണ്. റെഗുലേറ്റഡ് പവർ സപ്ലൈയുടെ ഔട്ട്പുട്ടിൽ ലോഡ് 0 ആയിരിക്കുമ്പോൾ, ലോഡ് കണക്ട് ചെയ്യാത്ത അവസ്ഥയിൽ എത്രത്തോളം കറണ്ട് അതിൽ വന്നു, വേർ VNL ഈസ് ദ DC ഔട്ട്പുട്ട് വോൾട്ടേജ് അറ്റ് നോ ലോഡ്. ലോഡൊന്നും കണക്ട് ചെയ്യുന്നില്ലെങ്കിൽ ബേസിക്കലി 0 ലോഡ് കറണ്ടാണ്. ഇനി എന്താണ് ഫുൾ ലോഡ്? V full load is the DC ഔട്ട്പുട്ട് വോൾട്ടേജ് അറ്റ് ഫുൾ ലോഡ്, മാക്സിമം ലോഡ് കറണ്ട്. നമ്മൾ മാക്സിമം ലോഡായിട്ട് കണക്ട് ചെയ്യുമ്പോൾ, മാക്സിമം ലോഡ് പവർ സപ്ലൈ ഇതിൽ കൊടുക്കുമ്പോൾ അത് എത്രത്തോളം ഔട്ട്പുട്ട് വോൾട്ടേജ് അതിൽ വരുന്നുണ്ട്, ഒരു പവർ സപ്ലൈയുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് എത്രത്തോളം വരുന്നുണ്ട്, അതിനാണ് വി ഫുൾ ലോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വി ഫുൾ ലോഡ് ഈസ് ദ DC ഔട്ട്പുട്ട് വോൾട്ടേജ് അറ്റ് ഫുൾ ലോഡ്. ഫുൾ ലോഡ് കണ്ടീഷനിൽ എത്രത്തോളം അത് ഔട്ട്പുട്ട് വോൾട്ടേജ് തരുന്നുണ്ട്, ആ പാരാമീറ്ററാണ് വി ഫുൾ ലോഡ്. വി നോ ലോഡ് എന്ന് പറയുന്നത് ലോഡൊന്നും ഇല്ലാത്ത സമയത്ത് എത്രത്തോളം വോൾട്ടേജ് അവിടെ വരുന്നുണ്ട്. ഇവർ തമ്മിലുള്ള ആ ഒരു റേഷ്യോ ഈക്വേഷനിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വി നോ ലോഡ് മൈനസ് വി ഫുൾ ലോഡ് ഡിവൈഡ് ബൈ വി ഫുൾ ലോഡ് ഇൻറ്റു 100. ഇത് മാനിപ്പുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും. അത് പെർസെൻറ്റേജിലായിരിക്കും. ഈ വാല്യൂ എത്രത്തോളം അപ്രോക്സിമേറ്റ് ഈക്വൽ ടു 0ലേക്ക് എത്തുന്നോ അതാണ് നല്ല വോൾട്ടേജ് സോഴ്സ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ മാക്സിമം റെഗുലേറ്റഡ് പവർ സപ്ലൈ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ നമ്മൾ പഠിക്കണം, എഴുതണം നോട്ട്ബുക്കിലേക്ക്. അതേപോലെ ഈ ഡെഫിനേഷൻ നമ്മൾ നോട്ട്ബുക്കിലേക്ക് എഴുതി വെക്കണം. In a well-designed power supply, a full load voltage is the only slight less than no load voltage. ഫുൾ ലോഡ് കണ്ടീഷനിലും നോ ലോഡ് വോൾട്ടേജ് കണ്ടീഷനിലും അവർ തമ്മിൽ ചെറിയൊരു വേരിയേഷൻ ഉണ്ടാകാൻ പാടുള്ളൂ. അല്ലാണ്ട് ലോഡ് മാറുമ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജിൽ വലിയൊരു വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ അത് നല്ലൊരു റെഗുലേറ്റഡ് പവർ സപ്ലൈയുടെ ലക്ഷണമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നോ ലോഡ് കണ്ടീഷനിലും ഫുൾ ലോഡ് കണ്ടീഷനിലും സ്ലൈറ്റ് വേരിയേഷന് ഉണ്ടാവാനായിട്ട് പാടുള്ളൂ. അങ്ങനെ അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ദ വോൾട്ടേജ് റെഗുലേഷൻ അപ്രോച്ചസ് 0. അത് ഓൾമോസ്റ്റ് 0ലേക്ക് അപ്രോച്ച് ചെയ്യണം. ലോവർ ദി വോൾട്ടേജ് റെഗുലേഷൻ, ലെസർ ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫുൾ ലോഡ് ആൻഡ് നോ ലോഡ് വോൾട്ടേജ് ആൻഡ് ബെറ്റർ ഈസ് പവർ സപ്ലൈ. ഇവർ തമ്മിലുള്ള വേരിയേഷൻ വളരെ മൈന്യൂട്ടായിരിക്കണം, ചെറുതായിരിക്കണം, എങ്കിലേ നല്ലൊരു പവർ സപ്ലൈ എന്ന് പറയാൻ പറ്റുള്ളൂ. Power supplies used in practice have a voltage regulation of 1%. That is, the full load voltage is within 1%
ഓഫ് ദ നോ ലോഡ് വോൾട്ടേജ്. അതായത് ഇവർ തമ്മിലുള്ള ഒരു വോൾട്ടേജ് റെഗുലേഷൻ പെർസെൻറ്റേജ് നമുക്ക് ഒരു പ്രാക്ടിക്കൽ ഒരു പവർ സപ്ലൈയിൽ 1% ഒക്കെ ഉണ്ടാവാറുള്ളൂ. അതിനേക്കാൾ കൂടുന്നുണ്ടെങ്കിൽ, അത് വോൾട്ടേജ് റെഗുലേഷൻ പെർസെൻറ്റേജ് കൂടുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം, അത് അത്രയും നല്ല പവർ സപ്ലൈ അല്ല. ഓക്കെ, അപ്പോൾ എന്താണ് ലോഡ് റെഗുലേഷൻ എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഇത് വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഔട്ട്പുട്ടിലുള്ള ലോഡ് ചേഞ്ച് ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജിൽ എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന പാരാമീറ്ററാണ് ലോഡ് റെഗുലേഷൻ. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ലോഡ് റെഗുലേഷൻ എപ്പോഴും കുറവായിരിക്കണം. അപ്രോച്ചസ് ടു 0, അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0ലേക്ക് എത്തണം. ബട്ട് ഇൻ പ്രാക്ടിക്കൽ കണ്ടീഷൻ ഓൾമോസ്റ്റ് 1% ഒക്കെ ആയിരിക്കും അതിൻ്റെ ലോഡ് റെഗുലേഷൻ വാല്യൂ വരാറ്. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ റെഗുലേറ്റഡ് പവർ സപ്ലൈയുടെ രണ്ടാമത്തെ പാരാമീറ്റർ, പെർഫോമൻസ് അല്ലെങ്കിൽ മെഷർ ചെയ്യുന്ന രണ്ടാമത്തെ പാരാമീറ്ററാണ് ലൈൻ റെഗുലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ പേര് സൂചിപ്പിക്കുന്ന മാതിരി തന്നെ AC ലൈനിൽ പവർ സപ്ലൈ കണക്ട് ചെയ്തിട്ടുള്ള AC ഇൻപുട്ട് ലൈനിൽ എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ, ദാറ്റ് മീൻസ് ഫ്ലക്ച്വേഷൻസ് വരുമ്പോൾ ലോഡിൽ മാറ്റങ്ങൾ വരാൻ പാടില്ല. അങ്ങനെ മാറ്റങ്ങൾ വരുന്നുണ്ടെങ്കിൽ അത് നല്ല പവർ സപ്ലൈ അല്ല. ഒന്നാലോചിക്ക്, നമ്മൾ സാധാ ഇൻപുട്ട് ലൈൻ എന്ന് പറയുന്ന AC ലൈൻ എന്ന് പറഞ്ഞാൽ 230 വോൾട്ടാണ് ഹോം ആപ്ലിക്കേഷന് വരുന്നത്. ഈ 230 വോൾട്ടേജിൽ ചെറിയ ഫ്ലക്ച്വേഷൻ വരുമ്പോൾ അത് 220, 240 അല്ലെങ്കിൽ 200ലേക്കൊക്കെ മാറുമ്പോൾ നമ്മളുടെ പവർ സപ്ലൈ അല്ലെങ്കിൽ നമ്മൾ DC കൊടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന സോഴ്സിൽ അഡാപ്റ്ററിൽ എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിച്ചാൽ അത് നമ്മളുടെ എക്യുപ്മെൻറ്റും ബാധിക്കും. ഓക്കെ, അപ്പം അങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാവാൻ പാടില്ല. മാറ്റങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ തന്നെ ചെറിയൊരു സ്ലൈറ്റ് വേരിയേഷൻ ഉണ്ടാകാൻ പാടുള്ളൂ. അത് മെഷർ ചെയ്യുന്ന പാരാമീറ്ററാണ് ലൈൻ റെഗുലേഷൻ. ദാറ്റ് മീൻസ് അതിൽ നിന്ന് നമുക്ക് ഡെഫിനേഷനിലേക്ക് പോകാനായിട്ട് സാധിക്കും. AC ലൈൻ റെഗുലേഷൻ എന്ന് പറയുമ്പോൾ AC ഇൻപുട്ട് ലൈനിൽ വരുന്ന ഫ്ലക്ച്വേഷനുകളിൽ ഔട്ട്പുട്ട് വോൾട്ടേജിനെ ബാധിക്കാനായിട്ട് പാടില്ല. അങ്ങനെ AC ലൈനിൽ ഇൻപുട്ട് ലൈനിൽ എന്തെങ്കിലും ഫ്ലക്ച്വേഷൻ വരുമ്പോൾ എത്രത്തോളം ഔട്ട്പുട്ടിൽ വേരിയേഷൻ വരുന്നു, ഇവർ തമ്മിലുള്ള ആ പെർസെൻറ്റേജ് ആണ് ലൈൻ റെഗുലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ലൈൻ റെഗുലേഷൻ്റെ ഡെഫിനിഷനിലേക്ക് പോകാം. ലൈൻ റെഗുലേഷൻ ഈസ് എ മെഷർ ഓഫ് ദ എബിലിറ്റി ഓഫ് ദി പവർ സപ്ലൈ ടു മെയിൻറ്റെയിൻ ഇറ്റ്സ് ഔട്ട്പുട്ട് വോൾട്ടേജ് കോൺസ്റ്റൻറ്റ് against the change in input line voltage. ഇൻപുട്ട് ലൈൻ വോൾട്ടേജിൽ എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടെങ്കിൽ, ഫ്ലക്ച്വേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആക്കി നിർത്താനായിട്ട്, മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള ആ പവർ സപ്ലൈയുടെ കപ്പാസിറ്റിനെയാണ് ലൈൻ റെഗുലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ AC ലൈൻ ഇൻപുട്ട് വോൾട്ടേജ് വരുമ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് വാരി ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്ന് നമുക്ക് പറയാൻ കാരണം, നമ്മൾ കഴിഞ്ഞ കൊല്ലം പഠിച്ചിട്ടുണ്ട്. ഇതിൽ നമ്മളൊരു ട്രാൻസ്ഫോമർ, ഒരു റെക്ടിഫയർ, ഇതൊക്കെയാണ് നമ്മളൊരു റെഗുലേറ്റഡ് പവർ സപ്ലൈയുടെ ബ്ലോക്ക് ഡയഗ്രാം. ഇപ്പോൾ നമ്മൾ നോക്കി, കഴിഞ്ഞ കൊല്ലം നമ്മൾ ഫുൾ വേ റെക്ടിഫയറിൻ്റെ കുറേ പാരാമീറ്റേഴ്സ്, PDC എന്ന് പറഞ്ഞ പാരാമീറ്ററൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ അതിൻ്റെ ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. VDC of a rectifier, full wave rectifier, is equal to 2Vm/pi. ഈ Vm എന്ന് പറയുന്നത് നമ്മളുടെ ഇൻപുട്ട് വോൾട്ടേജ് ആണ്, AC ഇൻപുട്ട് പാരാമീറ്റർ ആണ്. ഈ AC ഇൻപുട്ട് പാരാമീറ്ററിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുമ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക്കലി മാറാനായിട്ടുള്ള ടെൻഡൻസി ഉണ്ട്. ഈ മാറ്റങ്ങൾ ഔട്ട്പുട്ട് വോൾട്ടേജിൽ മാറാണ്ട് കോൺസ്റ്റൻ്റ് ആക്കി നിർത്താനായിട്ട് ഒരു റെഗുലേറ്റഡ് പവർ സപ്ലൈക്ക് കപ്പാസിറ്റി ഉണ്ടാവണം. ഓക്കെ, ആ ഒരു കപ്പാസിറ്റി മെഷർ ചെയ്യുന്നതാണ് ലൈൻ റെഗുലേഷൻ. അപ്പോൾ നിങ്ങളിതിൽ മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത് അതിൻ്റെ ഒരു ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. ഇനി നമുക്ക് അതിൻ്റെ ഇക്വേഷനിലേക്ക് പോകാം. ലൈൻ റെഗുലേഷൻ ഇസ് ഈക്വൽ ടു VHL മൈനസ് VLL ഡിവൈഡഡ് ബൈ VLL ഇൻറ്റു 100. ദാറ്റ് മീൻസ് VHL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഡ് വോൾട്ടേജ് വിത്ത് ഹൈ ലൈൻ വോൾട്ടേജ്, VLL ലോഡ് വോൾട്ടേജ് വിത്ത്
ലൈൻ വോൾട്ടേജ്, ലോ ലൈൻ വോൾട്ടേജ്. ഈ ഇക്വേഷൻ നമുക്ക് പഠിക്കണം, മനസ്സിലാക്കണം. The smaller the line regulation, the better the power supply. ഒരു ലൈൻ റെഗുലേഷൻ എത്രത്തോളം സ്മോളർ ആകുന്നോ അതായിരിക്കും ഒരു നല്ല പവർ സപ്ലൈയുടെ ലക്ഷണം. A well regulated power supply can have line regulation of less than 0.1%. ഒരു നല്ല പവർ സപ്ലൈയുടെ അല്ലെങ്കിൽ ഒരു പ്രാക്ടിക്കൽ പവർ സപ്ലൈയുടെയും ലൈൻ റെഗുലേഷൻ വാല്യൂ എന്ന് പറയുന്നത് 0.1%-നേക്കാളും ചെറുതായിരിക്കും. അത് നമ്മളിന്ന് രണ്ട് കാര്യങ്ങളാണ് മെയിനായിട്ട് നോക്കിയത്. ഇപ്പോൾ ലൈൻ റെഗുലേഷനും ലോഡ് റെഗുലേഷനും. അതിന് പുറമെ ഒരു റെഗുലേറ്റഡ് പവർ സപ്ലൈയുടെ ബ്ലോക്ക് ഡയഗ്രാം. അപ്പം നിങ്ങളുടെ നോട്ട്ബുക്കിൽ റെഗുലേറ്റഡ് പവർ സപ്ലൈയുടെ ബ്ലോക്ക് ഡയഗ്രാം ഈ വേവ് ഫോംസിൽ ഉണ്ടായിരിക്കണം. അതുപോലെ എന്താണ് ലോഡ് റെഗുലേഷൻ എന്നുള്ളതും അതിൻ്റെ ഇക്വേഷൻ, അതിൻ്റെ മിനിമം വാല്യൂ എത്രത്തോളം ആയിരിക്കാം പ്രാക്ടിക്കൽ വാല്യൂ, ദെൻ വാട്ട് ഈസ് ലൈൻ റെഗുലേഷൻ, അതിൻ്റെ ഒരു ഡെഫിനിഷൻ, ലൈൻ റെഗുലേഷൻ എന്താണെന്നുള്ളതിൻ്റെ ഇക്വേഷൻ, ദെൻ അതിൻ്റെ വാല്യൂ എത്രത്തോളം ആയിരിക്കണം, ഒരു പ്രാക്ടിക്കൽ പവർ സപ്ലൈയുടെ എത്രത്തോളം ആയിരിക്കും അതിൻ്റെ ലൈൻ റെഗുലേഷൻ എന്ന് നമുക്ക് നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതി പഠിച്ചിരിക്കണം. ഓക്കെ, ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം.